വീട്ടിലെ വളർത്തുപട്ടി തൻ്റെ യജമാനനെ മരണത്തിൽ നിന്നും 2 തവണ രക്ഷപ്പെടുത്തിയ, അതിൽ തന്നെ ഒരു തവണ ഒരു ബോംബിൽ നിന്നും രക്ഷപ്പെടുത്തിയ കഥ കേട്ടിട്ടുണ്ടോ? ആ കഥയാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യു. സ്റ്റോറി ഫോർ യുയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന മിടുക്കിയായ ഒരു പട്ടിയായിരുന്നു ജൂലിയാന. 1941 ഏപ്രിൽ മാസത്തിലെ ഒരു ദിവസം വെറുതെ വീടിനുള്ളിൽ കിടക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് വീടിൻ്റെ റൂഫ് തകർത്തുകൊണ്ട് എന്തോ ഒരു സാധനം അവളുടെ മുന്നിൽ വന്നു വീണു. ഭയന്നു പോയെങ്കിലും അവൾ സാവധാനം അതിനടുത്തെത്തി മണത്തു നോക്കി. പെട്ടെന്ന് അത് തീ പിടിക്കാൻ തുടങ്ങി. 2ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത്. നാസി സൈനിക വിമാനങ്ങൾ ബ്രിട്ടനിൽ തലങ്ങും വിലങ്ങും ബോംബുകൾ വർഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ ഒരു ചെറിയ ബോംബായിരുന്നു അത്. ബോംബെന്ന് തീർത്ത് പറയാൻ കഴിയുന്ന വിധം പൊട്ടിത്തെറിക്കുന്ന ഒന്നല്ല, പകരം വീഴുന്ന സ്ഥലത്ത് തീപിടുത്തമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമായിരുന്നു അത്. അതിന് തീ പിടിച്ചത് കണ്ട് ആദ്യമൊന്ന് പതറിയെങ്കിലും ധൈര്യശാലിയും ബുദ്ധിമതിയുമായിരുന്ന ജൂലിയാന പിന്തിരിഞ്ഞോടിയില്ല. പകരം അതിന് മുകളിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു. എന്തൊരു ബുദ്ധി അല്ലേ! എന്തായാലും അതോടെ ആ ബോംബ് നിർവീര്യമായി. ഈ വിവരം പുറത്തറിഞ്ഞതോടെ അവൾക്ക് ബ്ലൂ ക്രോസ് മെഡൽ ലഭിച്ചു. അതീവ ബുദ്ധിശക്തിയും ധൈര്യവും ഒക്കെ കാണിക്കുന്ന മൃഗങ്ങൾക്ക് ബ്രിട്ടനിലെ ബ്ലൂ ക്രോസ് എന്ന ചാരിറ്റി സംഘടന നൽകുന്ന ഒരു മെഡലാണത്. വർഷങ്ങൾ കഴിഞ്ഞു. 1944 നവംബർ മാസത്തിലെ ഒരു രാത്രി. അന്നും പതിവ് പോലെ വിശ്രമിക്കുകയായിരുന്ന ജൂലിയാനയുടെ മൂക്കിലേക്ക് അസഹ്യമായ ഒരു ഗന്ധം വന്നു പതിച്ചു. പെട്ടെന്ന് തന്നെ എന്തോ ഒരു സാധനം തീപിടിക്കുന്നതിൻ്റെ മണമാണതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തീപിടിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി ഓടി. തൻ്റെ യജമാനൻ്റെ വീടിനോട് ചേർന്നുള്ള ചെരുപ്പുകടയുടെ ഒരു വശത്ത് തീ പടർന്നു തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ അത് മൂത്രമൊഴിച്ച് കെടുത്താൻ കഴിയാത്ത വിധം വളർന്നിരിക്കുന്നു. പെട്ടെന്ന് അവൾ ശക്തമായി കുരച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് ഓടി. യജമാനൻ്റെ മുന്നിലെത്തിയ അവൾ നിർത്താതെ കുരച്ചുകൊണ്ട് തീ പിടിക്കുന്ന സ്ഥലത്തേക്ക് ഓടുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരുന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ യജമാനൻ അവളുടെ പിന്നാലെ ചെന്നു. ആളിപ്പടരുന്ന തീയാണ് അയാൾ അവിടെ കണ്ടത്. പെട്ടെന്ന് കുറച്ച് ആളുകളെയും കൂട്ടി അയാൾ തീ കെടുത്തി. അവൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഉറക്കത്തിൽ അയാൾ തീപിടുത്തത്തിൽ കൊല്ലപ്പെടുമായിരുന്നു. ഈ സംഭവത്തിന് ശേഷവും അവൾക്ക് അവാർഡ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒരു നാഷണൽ ഹീറോ ആയ അവൾ 1946 തൻ്റെ യജമാനൻ്റെ ലെറ്റർ ബോക്സിൽ വന്ന ഏതോ ഒരു വിഷവസ്തു കടിച്ച് മരണമടഞ്ഞു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്ന മറ്റു സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്